ഇപ്പൊ സെൽഫ് ഫോംസ് നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സെൽഫ് ഫോംസിനെ തിരിച്ചറിയണം. അതിലൊന്നാണ് റിഫ്ലക്റ്റീവ് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൽഫ് ഫോംസും എംഫാറ്റിക് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൽഫ് ഫോംസും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച എന്ന നിലയിൽ പ്രോനൗൺ ബേസ്ഡ് സെൽഫ് ഫോമാണ്. എല്ലാ പ്രോനൗൺസും ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇവയ്ക്കെല്ലാം സെൽഫ് ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ സെൽഫ് ഫോം ഓഫ് ഐ, myself, we, ourself, you, yourself, they, themselves, he, himself, she, herself, and it, itself. എങ്ങനെയാണ് പ്രോനൗൺ ബേസ്ഡ് സെൽഫ് ഫോംസ് നമുക്ക് വാക്യത്തിൽ പ്രയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം നേടി യഥേഷ്ടം ഈ ഭാഷ ഉപയോഗിക്കാമെന്ന് നോക്കാം. എല്ലാ പ്രോനൗൺസിന്റെയും സെൽഫ് ഫോംസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SELF, സെൽഫ്, അതാണ് സെൽഫ് ഫോമിലെ സെൽഫ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ്. എന്നാൽ സിംഗുലർ വേർഡായിട്ട് ഉപയോഗിക്കുമ്പോൾ SELF എന്ന സ്പെല്ലിങ്ങും പ്ലൂറൽ ഫോമായിട്ട് ഉപയോഗിക്കുമ്പോൾ SELVES എന്നീ അക്ഷരങ്ങളും ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെ സെൽഫ് ഫോംസിനാണ് സിംഗുലറും പ്ലൂറലും വരിക എന്നും ശ്രദ്ധിക്കുക. അതായത് യു എന്ന വാക്ക് സിംഗുലറായും പ്ലൂറലായിട്ടും ഉപയോഗിക്കും. നമ്മൾ അതിനെ സാധാരണ പറയാ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ എന്നിങ്ങനെയാണ്. യു ഡു യുവർ വർക്ക് ബൈ യുവർ സെൽഫ്. അവിടെ യു എന്നത് സിംഗുലറായിട്ട് എടുക്കുകയാണെങ്കിൽ യുവർ സെൽഫിന്റെ സ്പെല്ലിങ് YOURSELF എന്നാണ്. എന്നാൽ you all do your work by yourselves എന്ന് വരുമ്പോൾ you all, നിങ്ങൾ എല്ലാവരും എന്ന അർത്ഥത്തിൽ വരുമ്പോൾ യുവർ സെൽഫിന്റെ സ്പെല്ലിംഗ് YOURSELVES എന്നാണ്. ഇങ്ങനെയാണ് സെക്കൻഡ് പേഴ്സൺ ആയ യു സിംഗുലറും പ്ലൂരലും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാ പ്രോനൗൺസിന്റെയും സെൽഫ് ഫോംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സെൽഫ് ഫോംസ് നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സെൽഫ് ഫോംസിനെ തിരിച്ചറിയണം. സെൽഫ് ഫോംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പലതരത്തിലാണെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ശ്രദ്ധിക്കണം. അതിലൊന്നാണ് റിഫ്ലക്റ്റീവ് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൽഫ് ഫോംസും എംഫാറ്റിക് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൽഫ് ഫോംസും. റിഫ്ലക്റ്റീവ് സെൽഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സെന്റൻസുകളാണ്. നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. സബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. നമുക്കിങ്ങനെ പറയാം, ഒരു എക്സാമ്പിളായിട്ട്, ഐ ടോക്ക് ടു മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു. വൈൽ സ്ലീപ്പിംഗ്, അല്ലേ, ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ. ഐ ടോക്ക് ടു മൈസെൽഫ് വൈൽ സ്ലീപ്പിംഗ്, ഓർ ഐ ടോക്ക് ടു മൈസെൽഫ് വെൻ ഐ സ്ലീപ്പ്. അവിടെ മൈസെൽഫ് എന്നുള്ളത് ഐ എന്ന സബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാം. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു എന്ന്. എന്നാൽ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഐ മൈസെൽഫ് ടോക്ക് വൈൽ സ്ലീപ്പിംഗ്. ഐ myself talk while sleeping. അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സെൽഫ് ഫോം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി, സബ്ജക്റ്റിനെ ഊന്നൽ കൊടുക്കാൻ വേണ്ടി സെൽഫ് ഫോം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അത്തരം സെൽഫ് ഫോമുകളെ നമുക്ക് എംഫാറ്റിക് സെൽഫ് ഫോംസ് ഓർ എംഫാറ്റിക് പ്രോനൗൺസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ ടൈപ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാ സെൽഫ് ഫോംസും ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഐ സീ മൈസെൽഫ് ഇൻ ദ മിറർ. വി സീ അവർ സെൽഫ്സ് ഇൻ ദ മിറർ. You see
yourself in the mirror. They see themselves in the mirror. He sees, എന്തുകൊണ്ടാണ് അവിടെ ഹി സീസ് എന്ന് ഉപയോഗിച്ചത്? ഹി സിംഗുലർ ആയതുകൊണ്ട് എസ് എൻഡിങ് വേർബ് വേണം എന്നുള്ളതുകൊണ്ട് സീസ് എന്ന് ഉപയോഗിച്ചു. ഹി സീസ് ഹിംസെൽഫ് ഇൻ ദ മിറർ. ഷീ സീസ് ഹെർസെൽഫ് ഇൻ ദ മിറർ ആൻഡ് ഇറ്റ് സീസ് ഇറ്റ്സെൽഫ് ഇൻ ദ മിറർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്റ്റീവ് പ്രോനൗണും എംഫറ്റിക് പ്രോനൗണും ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ വാചകങ്ങളിൽ നിങ്ങൾ പ്രയോഗിച്ച് പരിശീലിച്ചു നോക്കൂ. പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സെൽഫ് ഫോംസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന ഇത്തരത്തിലുള്ള രീതികളും നിങ്ങൾക്ക് സ്വന്തമാക്കി നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് റിട്ടൺ ഇംഗ്ലീഷിലാകട്ടെ ഓറൽ ഇംഗ്ലീഷിലാകട്ടെ നിങ്ങൾ സധൈര്യം ഇംഗ്ലീഷ് പ്രയോഗിച്ചു നോക്കൂ. അങ്ങനെ പ്രയോഗിച്ച് നിങ്ങൾ ശീലിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ എളുപ്പമാണെന്ന് അനുഭവപ്പെടുന്നതായിരിക്കും. സെൽഫ് ഫോംസിനെ സംബന്ധിക്കുന്ന ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇതിന്റെ തുടർ ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.